ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ ആശുപത്രിയിലും ഫിഷറീസ് വകുപ്പിന് കീഴിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ കണ്ണൂർ റീജിയണൽ പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രി KHRWSP അവാർഡിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് മേൽ തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. കൂടാതെ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. നിയമനം നടത്തുന്നത് IHRWSP അവാർഡ് പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രി കണ്ണൂരാണ്. ശമ്പളം 21,175 രൂപയാണ് ലഭിക്കുന്നത്. അഭിമുഖം നടക്കുന്നത് 27/1/2025 രാവിലെ 11 മണിക്കാണ്. അഭിമുഖം നടക്കുന്ന സ്ഥലം റീജിയണൽ മാനേജറുടെ കാര്യാലയം KHRWSP അവാർഡ് ജനറൽ ആശുപത്രി പയ്യന്നൂർ കണ്ണൂർ വെച്ചിട്ടാണ്. അടുത്തത് എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കുക്ക് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിയമനം ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് ആണ്. ജോലി സമയം രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ്. ദിവസവേതനം 675 രൂപയാണ് ലഭിക്കുന്നത്. നിയമന കാലാവധി വരുന്നത് 89 ദിവസമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷ, തിരിച്ചറിയൽ രേഖകൾ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളും അവയുടെ ഓരോ പകർപ്പും സഹിതം ജനുവരി 21 രാവിലെ 11 മണിക്ക് സ്ഥാപന മേധാവി മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. വൈകി ലഭിക്കുന്ന അപേക്ഷ പരിഗണിക്കുന്നതല്ല. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പങ്കെടുക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾ ഓഫീസ് പ്രവർത്തന സമയത്ത് നേരിട്ട് അറിയാവുന്നതാണ്. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2024-25 അധ്യയന വർഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. IICT കേരള PC നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 21 രാവിലെ 10:30 സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഡാറ്റ എൻട്രി ജോലികൾ ചെയ്യുന്നതിനുമായി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള ഇൻ്റർവ്യൂ ജനുവരി 22 രാവിലെ 10:30 ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നടക്കുന്നുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ 2 മാസത്തേക്കാണ് നിയമനം. അപേക്ഷകർ +2 യോഗ്യതയുള്ളവരും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 6 മാസത്തിൽ കുറയാതെയുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് വിജയിച്ചവരുമായിരിക്കണം. മലയാളം, ഇംഗ്ലീഷ് ടൈപ്പിംഗ്, അഡോബ് പേജ് മേക്കർ എന്നിവ അറിഞ്ഞിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിലെ സംയോജിത മത്സ്യവിഭവ പരിപാലന പദ്ധതിയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഫിഷറീസ് ഗാർഡിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ഏതെങ്കിലും ഫിഷറീസ് സ്കൂളിൽ നിന്നും VHSC അല്ലെങ്കിൽ HSC എടുത്തവരായിരിക്കണം. സ്രാങ്ക് ലൈസൻസി ഉള്ളവരും മോട്ടോറൈസ്ഡ് വള്ളങ്ങൾ ഓടിക്കുന്നതിൽ കഴിവ് തെളിയിച്ചവരും ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവരുമായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. ചേറ്റുവിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. 2 മിനിറ്റിൽ 100 മീറ്റർ ദൂരം നീന്താൻ അറിഞ്ഞിരിക്കണം. താല്പര്യമുള്ളവർ ജനുവരി 20 രാവിലെ 11 മണിക്ക് തൃശൂർ പള്ളിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകൾ സഹിതം വാക്കിന് ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.